ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ മാനേജറിയൽ എക്കണോമിക്സിലെ ഫോർത്ത് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഒളിഗോപോളി കോമ്പറ്റീഷനാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഒളിഗോപോളി ഞാനിവിടെ ഓരോ പോയിന്റ് വൈസ് ആണ് പറയുന്നത്. ഇത് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഈ പറയുന്ന പോയിന്റ്സ് ഒന്ന് പാരഗ്രാഫ് ആക്കി വിട്ടാൽ മതി. ഫസ്റ്റ് വൺ, ഫ്യൂ സെല്ലേഴ്സ്. അതായത് ഒളിഗോപോളി മാർക്കറ്റിൽ കുറച്ച് സെല്ലേഴ്സേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു 2-3 കുറച്ച് സെല്ലേഴ്സ് ഉണ്ടാവുള്ളൂ, അധികം സെല്ലേഴ്സ് ഉണ്ടാവില്ല, വളരെ ഫ്യൂ സെല്ലേഴ്സ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് അവിടെ ആ ഒരു മാർക്കറ്റിൽ ഒരു ഹൈ പവർ ഉണ്ടായിരിക്കും. കാരണം ആകെ 2 സെല്ലേഴ്സ് 3 സെല്ലേഴ്സ് ഉണ്ടാവുള്ളൂ, അപ്പോൾ അവർക്ക് അവിടെ ഒരു പവർ ഉണ്ടായിരിക്കും. രണ്ടാമത്, ഹോമോജീനിയസ് ഓർ ഡിഫറൻറ്റിയേറ്റഡ് പ്രൊഡക്റ്റ്. അതായത് അവിടെയുള്ള ഓർഗനൈസേഷൻസ് ഒന്നെങ്കിൽ ഒരേ പോലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാം. അപ്പോൾ ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ സിമെൻറ്റ്, സ്റ്റീല് അങ്ങനത്തെ ഒരുപോലെയുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഹെട്രോജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. അതായത് ഈ മൊബൈൽ ഫോൺസുകൾ, കാറുകൾ അങ്ങനത്തെ പ്രൊഡക്ട്സാണ് അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഇന്റർ ഡിപ്പെൻഡൻസ് ഓഫ് ഫേംസ്. അതായത് അവിടെയുള്ള ആ ഒരു ഒളിഗോപോളിന്റെ മാർക്കറ്റിന് കീഴിലുള്ള ഓർഗനൈസേഷൻസ് പറയുമ്പോൾ വളരെ ഫ്യൂ ആയിരിക്കും, 2-3 ഓർഗനൈസേഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഓർഗനൈസേഷൻ മറ്റുള്ള ഓർഗനൈസേഷനുമായിട്ട് ഡിപ്പെൻഡബിൾ ആയിരിക്കും. അവിടെയുള്ള ഓർഗനൈസേഷൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിപ്പെൻഡ് ഉണ്ടാവും, മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു ഓർഗനൈസേഷന് അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മറ്റുള്ള ഓർഗനൈസേഷൻസിന് നല്ല രീതിയിലോട്ട് എഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജിയോ, VI, അതുപോലെ തന്നെ ഐഡിയ, വോഡാഫോൺ ഇങ്ങനത്തെ ഓരോ സിമ്മുകളൊക്കെ അല്ലേ. അപ്പോൾ അവിടെ ജിയോ വിചാരിക്കുകയാണ് എന്തെങ്കിലും ചേഞ്ച്, ഒരു പ്രൈസിൽ ചേഞ്ച് കൊണ്ടുവരാം, അതായത് ഇത്രത്തോളം എമൗണ്ട് കുറച്ചിട്ട് ഇനി കസ്റ്റമേഴ്സിന് കൊടുക്കാം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ബാക്കിയുള്ള ഈ ഐഡിയ, വോഡാഫോൺ ഈ സിമ്മുകളൊക്കെ ഇവരുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ജിയോ ഇങ്ങനെ എമൗണ്ട് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ഇത് കുറക്കേണ്ടി വരും. കാരണം മറ്റുള്ള ഓർഗനൈസേഷൻസ് ഇവിടെ വില കുറച്ചില്ലാന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന കസ്റ്റമേഴ്സും അതുപോലെ തന്നെ ഇപ്പോഴുള്ള കസ്റ്റമേഴ്സും ഈ ഓഫർ കൊടുത്ത ആ ഒരു ഓർഗനൈസേഷനിലോട്ട് ഷിഫ്റ്റ് ആവും. അപ്പോൾ അത് ബാക്കിയുള്ള ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഒരു ഡിസിഷൻ, അതായത് ഒരു ഓർഗനൈസേഷൻ ഒളിഗോപോളിയിൽ ഒരു ഓർഗനൈസേഷൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ മറ്റുള്ള ഓർഗനൈസേഷൻസ് എന്ത് ചോദിക്കുകയാണെങ്കിലും അതിന് ആൻസർ ചെയ്യാൻ ഇവർ റെഡി ആയിരിക്കണം. നെക്സ്റ്റ്, പ്രൈസ് റിജിഡിറ്റി. അതായത് ഈ ഒളിഗോപോളിന്റെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷനും അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യൂല, അവരുടെ പ്രൈസ് ഫ്രീക്വൻസി അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ നിൽക്കില്ല. അവർ കുറേ കാലം ഒരു പ്രൈസുമ്പോൾ തന്നെ ഉറച്ചു നിൽക്കും. കുറേ കാലം ആ ഒരു പ്രൈസിൽ തന്നെ ആയിരിക്കും കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക, പ്രൊഡക്ട്സ് കൊടുക്കാം. പക്ഷെ അവർ എപ്പോഴെങ്കിലും എന്ത് ചെയ്യുള്ളൂ, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറക്കുള്ളൂ. കാരണം ഇങ്ങനെ എപ്പോഴും ഫ്രീക്വൻസി പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ എമൗണ്ട് കുറച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് വലിയ പ്രോഫിറ്റ് കിട്ടൂല. അപ്പോൾ അവർ എപ്പോഴെങ്കിലും എന്ത് ചെയ്യുള്ളൂ, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള പ്രൈസ് കുറക്കുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് മോണോപോളി. അതായത് നമ്മൾ പറഞ്ഞു ഒളിഗോപോളിന്റെ കീഴിൽ ആകെ 2-3 ഓർഗനൈസേഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അവിടെ ഒരു മോണോപോളിസ്റ്റ് ആയി മാറുകയാണ്. കാരണം ഇവര് കോമ്പറ്റേറ്റ് ചെയ്യാനോ വേറൊരു ഓർഗനൈസേഷൻസും ഇല്ല. അപ്പോൾ അവരവിടെ സ്വയം ഒരു മോണോപോളിസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, എക്സസീവ് എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെന്റ്. ഇവിടെ വലിയൊരു തുക കൊടുത്തിട്ട് അഡ്വർടൈസ്മെന്റ് ഇവിടെ അവർ ഒരുക്കുന്നുണ്ട്. കാരണം ഇവരുടെ ഈ ഒരു പ്രൊഡക്റ്റ് മറ്റുള്ള ജനങ്ങളിലോട്ട് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കോസ്റ്റിന് ഇവർ അതിൻ്റെ മേലിൽ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് അൺസർട്ടനിറ്റി ഓഫ് ദ ഡിമാൻഡ് കർവ്. അതായത് ഒളിഗോപോളിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു 2-3 ഓർഗനൈസേഷൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഓർഗനൈസേഷൻസിന് അവരുടെ പ്രൊഡക്റ്റ് എത്രത്തോളം ഡിമാൻഡിൽ പോകുന്നുണ്ട് എന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റൂല. ദെൻ ലാസ്റ്റ് പോയിന്റ് ഈസ് ബാരിയേഴ്സ് ടു എൻട്രി. അങ്ങനെ എല്ലാവർക്കും ഇതിലോട്ട് കടന്നു ചെല്ലാൻ പറ്റൂല. നല്ലൊരു കോസ്റ്റ് തന്നെ ഈ ഒരു ഒളിഗോപോളി മാർക്കറ്റിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓർഗനൈസേഷൻസ് അങ്ങനെ അധികം എല്ലാവരെയും ഇതിലോട്ട് കടത്തി വിടാനും എന്ത് ചെയ്യില്ല, പവർ കൊടുക്കൂല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒളിഗോപോളി എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നതും. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഒളിഗോപോളിയാണ്. ഫസ്റ്റ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്റ്റ് ഡിഫറൻറ്റിയേഷൻ. അതിൽ പ്യുവർ ഓർ പെർഫെക്റ്റ്
ഒളിഗോപോളി എന്ന് പറയുമ്പോൾ അവിടെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് എല്ലാ ഓർഗനൈസേഷനും സെയിം പ്രൊഡക്റ്റ് ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സിമെൻറ്റ്, സ്റ്റീല് അങ്ങനെ സെയിം ആയിരിക്കും. രണ്ടാമത് ഡിഫറൻഷിയേറ്റഡ് ഓർ ഇംപെർഫെക്റ്റ് ഒളിഗോപോളി എന്ന് പറയുമ്പോൾ അവിടെ പലതരം അത് ഹെട്രോജീനിയസ് ആയിട്ടുള്ള അപ്പോൾ സെയിം ആയിട്ടുള്ള പ്രൊഡക്റ്റിനായിരിക്കും, പക്ഷെ അവിടെ ബ്രാൻഡ്, കളറ് ഇങ്ങനെ പല ഡിഫറൻസും ഒരു ഓർഗനൈസേഷനിൽ നിന്ന് മറ്റൊരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വിലയും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാറ്, ഫോണ് ഇതൊക്കെ. ഈ രണ്ടാമത് ഓൺ ദ ബേസിസ് ഓഫ് എൻട്രി ഓഫ് ഫേം. അതിലൊന്നാമത് ഓപ്പൺ ഒളിഗോപോളി. ഇവിടെ ഏത് ഓർഗനൈസേഷന് വേണമെങ്കിലും എൻട്രി ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനും പറ്റും, പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. രണ്ടാമത് ക്ലോസ്ഡ് ഒളിഗോപോളി. ഇവിടെ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ എൻട്രി ചെയ്യാനൊന്നും പറ്റൂല. ഇവിടെ ഓൾറെഡി കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ടാവും, അവർക്കായിരിക്കും ഇവിടെ എൻട്രി ചെയ്യാനുള്ള പൂർണ്ണ അധികാരം എന്ന് പറയുന്നത്. വേറെ പുറത്തുനിന്നുള്ള ആൾക്കും അങ്ങനെ എൻട്രി ചെയ്യാൻ പറ്റൂല, ബ്ലോക്ക്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ തേർഡ് വൺ ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ്. അതിൽ ഒന്നാമത്തത് പാർഷ്യൽ ഒളിഗോപോളി. ഇവിടെ ഏറ്റവും വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കും, ആ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും അവരുടെ ഇപ്പോൾ ഇവിടെ സെയിം ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവരാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിലുള്ള പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തിട്ട് ആ ഒരു പ്രൈസ് ബാക്കിയുള്ള കമ്പനീസ് ഇവരെ ഫോളോ ചെയ്യും. ഇവരും അതായത് ആ ഹൈ ലെവലുള്ള കമ്പനി ഈ ഒരു എമൗണ്ടാണ് പ്രൈസ് കൊടുക്കുന്നത്, അപ്പോൾ ബാക്കിയുള്ള കമ്പനീസും ഇതേ സെയിം റൂട്ട് തന്നെ ഫോളോ ചെയ്തിട്ട് ആ ഒരു എമൗണ്ടിൽ തന്നെ പ്രൈസ് കൊടുക്കും. ദെൻ ഫുൾ ഒളിഗോപോളി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫോളോവറും ഇല്ല, അതുപോലെ തന്നെ ഒരു ഫോളോയിങ് ആയിട്ടുള്ള ആൾക്കാരും ഇല്ല. അതായത് ഒരു ബിഗ് ഫേമും ഇല്ല, അവരുടെ ഇൻസ്ട്രക്ഷൻസ് പാലിക്കണ ഫോളോവേഴ്സും ഇല്ല. ഇവിടെ അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, അതുപോലെ ലീഡേഴ്സും ഇല്ല. ഇവിടെ ഓരോ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും അവർ തന്നെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് എഗ്രിമെൻറ്റ്. അതിൽ കൊളൂസീവ് ഒളിഗോപോളി എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസ് തമ്മിൽ ഒരു പൊതുവായിട്ട് എന്ത് ചെയ്യുക, അവരൊരു പ്രൈസ് പോളിസി കൊണ്ടുവരിക. അതായത് എല്ലാ ഓർഗനൈസേഷൻസും ഇരുന്നിട്ടൊരു തീരുമാനം എടുക്കുക, അവരൊരു പൊതുവായിട്ടുള്ളൊരു ഒരു പ്രൈസ് പോളിസി കൊണ്ടുവരിക. അപ്പോൾ അവർ തമ്മിലൊരു എഗ്രിമെൻ്റ് അവിടെ ഉണ്ടാക്കും. അതുപോലെ തന്നെ അവരെന്നെ ഒരു നയം ഉണ്ടാക്കണത് അവിടെ കൊടുക്കാനുള്ള എത്രത്തോളം സപ്ലൈ ചെയ്യണമെന്നും അതിൻ്റെ പ്രൈസൊക്കെ അവരെന്നെ എത്രയിന് കൊടുക്കണം എന്നൊക്കെ അവർ തീരുമാനിക്കണം. അതിൽ നോൺ കൊളൂസീവ് ഒളിഗോപോളി എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ അഗ്രിമെൻ്റ് ഒന്നും ഇല്ല. മറ്റുള്ള ഓർഗനൈസേഷൻസുമായിട്ട് അവരങ്ങനെ മീറ്റിംഗ് വെക്കുകയെ ഇങ്ങനെ പ്രൈസ് എത്ര വെക്കണം എന്ന് അങ്ങനെ ഒരു മീറ്റിംഗ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇവരാണ് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് വില നിശ്ചയിക്കണം എന്ന് ഓരോരുത്തരും ഓരോ ഓർഗനൈസേഷൻസും തീരുമാനിച്ച് അങ്ങനെ ഡിസിഷൻ എടുക്കുന്നു. അപ്പോൾ ഇതാണ് ഒളിഗോപോളിൻ്റെ ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ടൈപ്സ്. നെക്സ്റ്റ് കോമ്പറ്റീഷനാണ് ഡുവോപോളി. ഡ്യുവോപോളി എന്ന് പറഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിൽ 2 ഓർഗനൈസേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഡുവോ എന്ന് പറഞ്ഞാൽ 2, പോളി എന്ന് പറഞ്ഞാൽ സെല്ലിങ്, 2 ഓർഗനൈസേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരായിരിക്കും ആ ഒരു മാർക്കറ്റിൽ സെല്ല് ചെയ്യാം. ഇവിടെ എന്താണ്, ഇവിടെ 2 ടൈപ്സിലുണ്ട്, കോർഡിനേഷനും നോ കോർഡിനേഷനും. അതായത് 2 കമ്പനികൾ തമ്മിൽ കോർഡിനേഷൻ ചെയ്ത് കണ്ട് പോകും, അതുപോലെ തന്നെ 2 ഓർഗനൈസേഷൻസ് തമ്മിൽ കോർഡിനേഷൻ ചെയ്യാതെയും പോകും. അതിന് എക്സാമ്പിൾ ഇപ്പോൾ കോക്ക് ആൻഡ് പെപ്സി, അതുപോലെ തന്നെ ഈ മാസ്റ്റർ കാർഡും അതുപോലെ തന്നെ വിസ കാർഡ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. നമുക്ക് ഫീച്ചേഴ്സ് പറയാം. അതിൽ ഫസ്റ്റ് 2 ഫേംസ്, അതായത് ഈ ഒരു മാർക്കറ്റിൽ ആകെ 2 ഫേംസേ ഉണ്ടാവുള്ളൂ, 2 ഓർഗനൈസേഷൻസേ ഇവിടെ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തത് ഇന്റർ ഡിപ്പെൻഡൻസ്. ഇവിടെ ഒരു ഓർഗനൈസേഷൻസ് എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ഓർഗനൈസേഷനിൽ അവരുടെ പ്രൊഡക്റ്റിൻ്റെ മേലിൽ ഇപ്പോൾ പ്രൈസിലോ ക്വാളിറ്റിയിലോ എന്തെങ്കിലും പ്രൊഡക്റ്റ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മറ്റേ ആ ഒരു ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നു. കാരണം ഇപ്പോൾ നമുക്ക് ജിയോ സിമ്മും അതുപോലെ തന്നെ VI സിമ്മും വെച്ചിട്ട് നോക്കാം. ജിയോ സിം അവരുടെ ഇപ്പോൾ ഒരു 1 മന്ത് പ്ലാനിൽ റേറ്റ് കുറക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ഈ മറ്റുള്ള സിമ്മ് ഡിപ്പെൻഡ് ചെയ്യുന്നവരൊക്കെ ഈ ജിയോയിലോട്ട് കൺവേർട്ട് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ കുറേ പുതുതായിട്ട് സിം എടുക്കുന്ന ആൾക്കാർ ജിയോ എടുക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള ഓർഗനൈസേഷനും നമ്മുടെ ഈ ഒന്നാമതുള്ള ഓർഗനൈസേഷന് എന്തെങ്കിലും ചേഞ്ച് വരുത്തുമ്പോൾ മറ്റുള്ള ഓർഗനൈസേഷനും അത് ചേഞ്ച് വരുത്തണം. കാരണം ഇല്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം ആ ഒരു ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണോ മറ്റു ഓർഗനൈസേഷൻ ഇവിടെ ചേഞ്ച് ഉണ്ടാക്കുന്നത്, ആ സെയിം ചേഞ്ച് മറ്റൊരു ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ടാക്കണം. നെക്സ്റ്റ് ബാരിയേഴ്സ് ടു എൻട്രി. അതായത് എല്ലാ ഓർഗനൈസേഷൻസിനും അങ്ങനെ ഒരു മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റൂല. ബിക്കോസ് ഒരു വലിയൊരു കോസ്റ്റ് തന്നെ ഇവിടെ ചിലവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി 2 ഓർഗനൈസേഷൻസിനും പവർ കൂടിയതുകൊണ്ട് അവരധികം അങ്ങനെ എൻട്രി ചെയ്യിപ്പിക്കാനും അനുവദിക്കില്ല. നെക്സ്റ്റ് മോണോപോളി എലമെൻറ്റ്സ്. അതായത് നമ്മൾ പറഞ്ഞു
മറ്റുള്ള ഓർഗനൈസേഷൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു കൂടുതൽ റോ എലമെൻറ്റ്സ് ഇവരുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മോണോപോളിസ്റ്റിക് ബേക്ക് ചെയ്ത് വരും. അങ്ങനെ ഇവരൊരു മോണോപോളിസ്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് കൊലൂഷൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഓർഗനൈസേഷൻസിനും ഒരുമിച്ചിരുന്ന് കണ്ട് അവിടെ പ്രൈസ്, അവരുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലുള്ള പ്രൈസ് തീരുമാനിക്കാൻ പറ്റും. പക്ഷെ ചില സമയങ്ങളിൽ അവരങ്ങനെ തീരുമാനിക്കില്ല. നെക്സ്റ്റ് വരുന്നത് ഒളിഗോപോളി, എ സ്മോൾ നമ്പർ ഓഫ് കമ്പനീസ്. ഇവിടെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരേപോലെയോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുമാണ് ഇവർ പ്രൊഡക്റ്റ് മേക്ക് ചെയ്യണത്. ലാസ്റ്റ് കോർട്ട് നോട്ട് മോഡൽ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ഓർഗനൈസേഷൻസ് ആണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ഓർഗനൈസേഷനും ആ ഒരു മാർക്കറ്റിനെ പകുതിയായിട്ട് എന്ത് ചെയ്യുന്നു, നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതായത് പകുതിയായിട്ട് പങ്കിടുക. അപ്പോൾ ഇത്ര കാര്യം ഈ ഒരു ഓർഗനൈസേഷൻ നോക്കുന്നു, ഇത്ര കാര്യം മറ്റൊരു ഓർഗനൈസേഷൻ നോക്കുന്നു, അങ്ങനെ പകുതിയായിട്ട് അത് ബാലൻസ് ചെയ്ത് കണ്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത്രയാണ് എന്ത് ഡുവോപോളിൻ്റെ കേസിൽ പറയുന്നത്. മോണോപ്സോണി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരൊറ്റ ബയ്യറേ ഉണ്ടാവുള്ളൂ, അതായത് വാങ്ങാനുള്ള ഒരൊറ്റ ആളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ആ ഒരു മാർക്കറ്റിൽ ഒരൊറ്റ സിംഗിൾ ആയിട്ടുള്ള ബയ്യറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അയാൾക്കായിരിക്കും അവിടെ പൂർണ്ണ അധികാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഈ ഒരു ഗ്രാമത്തിൽ പോയിട്ട് കുറേ വർക്കേഴ്സിനെ, അതായത് പട്ടണത്തിൽ ഇപ്പോൾ കുറേ വർക്കേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബയ്യർ എന്ത് ചെയ്യുന്നു, അങ്ങനെ ഗ്രാമത്തിൽ പോയിട്ട് കുറേ വർക്കേഴ്സിനെ കളക്ട് ചെയ്തിട്ട് പട്ടണത്തിൽ പോയിട്ട് അവർക്ക് വിൽക്കണം. ലൈക്ക് ഓരോ ദിവസത്തിന് ഇങ്ങനെ റെൻറ്റിന് വിൽക്കണം, അവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് വിൽക്കുന്നു. അപ്പോൾ ഈ ബയ്യറിന് തീരുമാനിക്കാം, അദ്ദേഹം ചോദിച്ചിൻ്റെ പ്രൈസ് ഇവർ കൊടുക്കേണ്ടി വരും. കാരണം ലേബേഴ്സിനെ വിൽക്കുന്ന ബയ്യർ വേറെ ആരുമില്ല, ഈ ഒരൊറ്റ സിംഗിൾ ബയ്യറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇയാൾ വില നിശ്ചയിക്കുന്ന ആൾ. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ സിംഗിൾ ബയ്യർ, ആ ഒരു ഓർഗനൈസേഷനിൽ ഒരൊറ്റ ബയ്യറേ ഉണ്ടാവുള്ളൂ, അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകും. നെക്സ്റ്റ് ബാരിയേഴ്സ് ടു എൻട്രി, മറ്റുള്ള ബയ്യേഴ്സിനെ ഈ ഒരു ഓർഗനൈസേഷനിൽ കയറി വരിക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റൂല. ലൈക്ക് ദെൻ പവർ ഓവർ സപ്ലയേഴ്സ്, സപ്ലയേഴ്സിൻ്റെ മേൽ പൂർണ്ണ അധികാരം ഉണ്ടാകും. നെക്സ്റ്റ് ഹൈ പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റിനെ ഇവർക്ക് നേടിയെടുക്കാം. കാരണം ഇവർ ചോദിക്കുന്ന പൈസ അവർ കൊടുക്കാൻ റെഡി ആകും. അപ്പോൾ നല്ലൊരു പ്രോഫിറ്റിനെ ഇവർക്ക് ഉണ്ടാക്കാം. നെക്സ്റ്റ് മാർക്കറ്റ് ഡൊമീനിയൻസ്, സിറ്റിംഗ് ഇറ്റ്സ് ഓൺ പ്രൈസ് ആൻഡ് വേജസ്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇയാൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട്. അയാൾ എത്രയാണോ ആവശ്യപ്പെടുന്നത് ആ ഒരു എമൗണ്ട് ഇയാൾക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത് മോണോപ്സോളിൻ്റെ ഫീച്ചേഴ്സും. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചറിൽ വരുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള നെക്സ്റ്റ് പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.